السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 228 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല ഇത് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി റെഫർ ചെയ്യുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ, അവരുടെ ഗ്രന്ഥങ്ങൾ, ഇത് പഠിക്കുന്നവർ, ഇത് കേൾക്കുന്നവർ, ഇത് റെഫർ ചെയ്യുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 228 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂഅ് قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون. إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره وأنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. صدق الله العلي العظيم. സൂറത്ത് ഹൂദിലെ 54 മുതൽ 62 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. അതായത് 12-ാം ജുസ്ഇലെ 228 പേജ്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും അവിടുത്തെ ഖൗമിൻ്റെയും ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ദീനിലേക്ക് ആ ഖൗമിനെ മഹാനവറുകൾ ക്ഷണിച്ചപ്പോൾ അവരെടുത്ത ധിക്കാരപരമായ നിലപാടും മറുപടിയുമൊക്കെയാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അവരുടെ ആ മറുപടി തുടരുകയാണ്. മനുഷ്യൻ ബുദ്ധിമാനാണ്, തൻ്റെ ഇടമുള്ളവനാണ്, വിശേഷബുദ്ധിയുള്ളവനാണ്. എന്നാലും സത്യം സ്വീകരിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഈ ഖൗമ് കാണിച്ചതുപോലെയുള്ള ധിക്കാര മനോഭാവങ്ങൾ കാണിക്കുന്നത് പതിവാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യർ അങ്ങനെയാണ്. 1,00,000-ലേറെ പ്രവാചകന്മാരുടെ ജീവചരിത്രം അതിന് തെളിവുമാണ്. 10,000-കണക്കിന് ആഭിചാരകരുടെ മുന്നിൽ
മൂസാ നബി അലൈഹിസ്സലാം വഴിയായി സത്യം സ്പഷ്ടമായി പുലർന്നപ്പോൾ ഫിർഔൻ എന്താ ചെയ്ത്? ഫിർഔൻ സത്യം അംഗീകരിക്കുകയല്ല ചെയ്തത്. അവൻ എന്താ തട്ടിവിട്ടത്? ഇയാള് നിങ്ങൾക്കൊക്കെ സിഹ്ർ പഠിപ്പിച്ച വലിയ ആഭിചാരികനാണ്. സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. അപ്പൊ വസ്തുനിഷ്ഠമായും അനിഷേധ്യമായും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ജനത പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് എല്ലാ കാലത്തെയും നിഷേധികൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ നിന്നെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. നീ ഞങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇനി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാൽ തന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു വന്നിരുന്ന ബഹുദൈവങ്ങളെ കൈയൊഴിയാനോ നബിയാണ് എന്ന് രംഗത്ത് വന്നത് കൊണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് കൊണ്ട് നിന്നെ വിശ്വസിക്കാനോ അത് ഞങ്ങളതിനൊന്നും തയ്യാറല്ല. നിന്റെ ഈ പുതിയ അവകാശവാദങ്ങളും പുതിയ ചിന്താഗതികളും ഒക്കെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ കുരുത്തക്കേടാകാൻ മാത്രമേ തരാമുള്ളൂ. അത് നോക്കൂ നിങ്ങൾ, എന്തൊരു സംസാരമാണ്, എന്തൊരു മറുപടിയാണത് അല്ലേ? ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ ഇതൊരു ആരോപണമാണ്, എന്നാൽ വേറെ ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ ഇതൊരു ഭീഷണിയാണ്. അവരാരാധിക്കുന്ന വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്ധവിശ്വാസം, അവരുടെ മതിപ്പ് എത്ര കണ്ടുണ്ടായിരുന്നു എന്ന് ഈ പറഞ്ഞതിൽ മനസ്സിലാക്കാം. അതായത് നീ ഇങ്ങനെ പറയാനൊക്കെ കാരണം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ കുരുത്തക്കേടാണ്. യാ അല്ലാഹ്. അപ്പോ ഈ ഒരു ധിക്കാരത്തിന് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം അവരോട് മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് തന്നെ ആരോപിച്ചാലും ശരി, അള്ളാഹു അല്ലാതെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും ഞാനുമായി ഒരു ബന്ധവുമില്ല. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്. ഇതൊക്കെ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഉറപ്പിച്ചു പറയുകയാണ്. യാതൊരു നീക്കുപോക്കും ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാനില്ല. നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിനും ഞാൻ സന്നദ്ധനുമല്ല. നിങ്ങളങ്ങനെ ഉറപ്പിച്ചോളൂ. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും എല്ലാം ചേർന്ന് എനിക്കെതിരെ എന്ത് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞാലും എനിക്കൊരു വിരോധമല്ല. ഒരു വിട്ടുവീഴ്ചയും നൽകാതെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. ഇത്രമേൽ ധിക്കാരത്തോടെ പെരുമാറുന്ന ഒരു സമൂഹത്തോട് ഇങ്ങനെയല്ലാതെ പിന്നെ എന്തു പറയാനാ? എങ്ങനെ പറയാനാ പിന്നെ? ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് വിടുകയാണ്, റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുകയാണ്. നോക്കാം നമുക്കായത് 54 55. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂഅ് ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ വശ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ മിൻ ദൂനിഹി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻളിറൂൻ. ആദ്യം അവരുടെ മറുപടിയാണ് പറയുന്നത്. പിന്നീടാണ് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി അല്ലാഹു തആല പറയുന്നത്. ഇൻ നഖൂലു, ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തേ ഉള്ളൂ എന്നറിയോ? ഇത്രയേ ഉള്ളൂ. ഇല്ലാ തറാക, നിനക്ക് ബാധിച്ചിട്ടുണ്ട്, ബഅദു ആലിഹത്തിനാ ബിസൂഇൻ, ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ഗുരുത്വക്കേട്, ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ഭാഗത്ത് നിന്ന് നിനക്ക് സൂഅ് ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സൂഅ് എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുത്വക്കേട് എന്നർത്ഥം പറയാം. മോശത്തരം എന്നാണ് ശരിക്കും അർത്ഥം. എന്തോ ഒരു തിന്മ ഞങ്ങളുടെ ദൈവങ്ങളുടെ ഭാഗത്ത് നിന്ന് നിനക്ക് ബാധിച്ചിട്ടുണ്ട്. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ലാത്തറാക്ക, നിനക്കിങ്ങനെ ബാധിച്ചു എന്നല്ലാതെ ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ പറയാനുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, ചില ദൈവങ്ങളുടെ ഗുരുത്തുകൾ നിനക്ക് വന്നു ഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഖാല, അപ്പം മറുപടി പറയാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം. എഴുത്തറാക്ക എന്ന് പറഞ്ഞാൽ വന്നു ഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങേക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. ഹൂദ് നബിയോട് അവർ പറയണം, നിനക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്, നിനക്ക് സംഭവിച്ചിട്ടുണ്ടെന്നർത്ഥം, നിനക്ക് ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഖാല, മഹാനവർ മറുപടി പറയുകയാണ്, ഇന്നി ഉശ്ഹിദുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു, വഷ്ഹദു, നിങ്ങളും സാക്ഷി നിന്നോളൂ, നിങ്ങളും സാക്ഷി നിന്നോളൂ. എന്ത്? അന്നി, തീർച്ചയായും ഞാൻ, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കാളികളാക്കുന്ന ഏതൊരു ദൈവത്തിൽ നിന്നും, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ. ഓക്കെ, മിൻ ദൂനിഹി, അടുത്ത ആയത്തിൽ മിൻ ദൂനിഹി കൂടി കൂട്ടി അർത്ഥം പറയണം. മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, മിമ്മാ തുശ്രിക്കൂന,
നിങ്ങൾ പങ്കാളികളാക്കുന്ന ഏതു ദൈവത്തിൽ നിന്നും ഞാൻ ബരി ആണ്, ഞാൻ ഒഴിവായവനാണ് എന്ന് നിങ്ങളും സാക്ഷി നിന്നോളൂ, ഞാനും ഇത് അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നു. എന്നിട്ട് പറയണം മഹാനവർകൾ ഫക്കീദൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോളൂ, ജമീഅൻ ഒറ്റക്കെട്ടായിട്ട്. നിങ്ങളെല്ലാവരും കൂടെ, നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ എനിക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ പ്രയോഗിച്ചോളൂ, എനിക്കൊരു പ്രശ്നമല്ല. സുമ്മലാ തുൻദിറൂൻ, പിന്നെ നിങ്ങൾ എനിക്ക് ഒരു ഇട തരികയും വേണ്ട, എനിക്ക് തീരെ സാവകാശം തരേണ്ട, ഒരു ലവലേശം എനിക്ക് നിങ്ങൾ സാവകാശം തരേണ്ട, നിങ്ങൾ പെട്ടെന്ന് നടപ്പായിക്കോളൂ എന്നർത്ഥം. നിങ്ങൾ എന്താ വെച്ചാൽ ആലോചിച്ചൊരു ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞോളൂ. ബഹുദൈവ വിശ്വാസികൾക്കും ബിംബാരാധകർക്കും പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ് അവരുടെ ദൈവങ്ങൾ, അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ഉപദ്രവവും ഉപകാരവും ഒക്കെ ചെയ്യുമെന്നത്. ചിന്താശൂന്യതയാണത്. കല്ലിൻ്റെയും മണ്ണിൻ്റെയും ലോഹത്തിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾക്ക് എന്തുപകാരം ഉപദ്രവം ചെയ്യാനാണ് കഴിയുക അല്ലേ? അവരുടെ ഏതെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഗുരുത്തക്കേട് മൂലമാണ് ഹൂദ് നബി അലൈഹി സ്വലാം പുത്തൻവാദങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പം അതിന് മറുപടി പറയണം മഹാനവറുകൾ, ഞാൻ എങ്ങനെ രംഗത്ത് വന്നത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയും മാർഗനിർദ്ദേശവും അനുസരിച്ചാണ്. അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നിഗൂഢ പദ്ധതിയും ആസൂത്രണം ചെയ്ത് എനിക്കെതിരായി എത്രയും വേഗം നടപ്പാക്കിക്കൊള്ളൂ. ഇതൊരു വെല്ലുവിളിയാണ്. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം ഒറ്റക്ക് ആ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. പല പ്രവാചകന്മാരും ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ആ പ്രവാചകന്മാരുടെ സത്യസന്ധത മനസ്സിലാക്കി തരുന്ന വ്യക്തമായൊരു തെളിവാണ് ഈ വെല്ലുവിളി. കാരണം അല്ലാതെ ഇത്രയും വലിയൊരു സമൂഹത്തെ ഒരാൾ ഒറ്റക്കൊന്ന് വെല്ലുവിളിക്കൂ? അങ്ങനെ വെല്ലുവിളിക്കണമെങ്കിൽ അയാളുടെ ഭാഗത്തൊരു സത്യം ഉണ്ടാവണ്ടേ? ഇത് കുറച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 53, 54, 55 എന്നീ ആയത്തുകൾ വളരെ സാവധാനമൊന്ന് നോക്കിയാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം രണ്ട് സൈഡിലുമുള്ള ആളുകൾ നോക്കും. ഒരു സൈഡിൽ ധിക്കാരികളായ സത്യനിഷേധികളായ എന്തിനും കഴിവുള്ള അതിശക്തന്മാരായ ആദ്യ സമൂഹം, ഇപ്പുറത്തോ വിനയാന്വിതനായ ദൃഢമനസ്കനായ ഒരു പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്വലാം. അവരുടെ അതേ ശൈലിയിൽ മഹാനവറുകൾ മറുപടി പറയുന്നില്ല. വളരെ ശാന്തനായി സമചിത്തതയോടെയാണ് മറുപടി പറയുന്നത്. ഇമാം സമഖ്ശരി തങ്ങൾ എഴുതുന്നത് പോലെ ആ ഖൗം വല്ലാത്ത കഠിനഹൃദയരും പരുഷമനസ്കരുമായിരുന്നു എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഉപദേശത്തിന് ചെവി കൊടുക്കുന്നില്ല, സത്യത്തിൻ്റെ വഴി പുൽകാൻ അവർ തയ്യാറല്ല, അതിനുള്ള താല്പര്യം പോലും പ്രകടിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ഏതോ ദൈവത്തിൻ്റെ ഗുരുത്തക്കേട് ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഹൂദ് നബി അലൈഹി സ്വലാമിനെ കളിയാക്കുന്നത് അവരുടെ മൗഢ്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. ആ കല്ലുകൾക്ക് സഹായമോ ഉപകാരമോ പ്രതികാരം കൂട്ടാനോ ഒക്കെ കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. ആ ഒരു കാര്യത്തിനാണ് വെല്ലുവിളിക്കുന്നത്. എന്നെ നശിപ്പിക്കാനായി നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ്. ധൈര്യപൂർവ്വമാണ് ആ പ്രസ്താവന നടത്തുന്നത്. അതും ഏറ്റവും ശക്തരായിരുന്ന സമൂഹത്തോടാണ് ആ വെല്ലുവിളി. ഇത് ഒരു അമാനുഷികമായ കാര്യമാണ് മഹാന്മാരായ മുസ്ലിങ്ങൾ പറഞ്ഞതുപോലെ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അധികായന്മാരായ അതിശക്തന്മാരായ ആദ്യ സമുദായത്തിലെ ആളുകളെയാണ് ഒറ്റക്ക് നിന്ന് ഹൂദ് നബി അലൈഹി സ്വലാം എതിരിടുന്നത്. അവരുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചിരിക്കുന്നു ഹൂദ് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് അവരാകെ ഇളകിയിരിക്കുകയാണ്. എന്നിട്ടും യാതൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്ന് ഹൂദ് നബിക്ക് അറിയാം അലൈഹി സ്വലാം. അതുകൊണ്ടാണ് അവർ ഇത്രയും കനത്ത ഭാഷയിൽ വെല്ലുവിളിക്കുന്നത്. 56 നോക്കൂ. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി തുടരുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിൽ അർപ്പിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷിതാവും നിയന്താവുമാണ്. നിങ്ങളും ഞാനും അടക്കം എല്ലാ ജീവികളുടെയും കൈകാര്യകർത്തൃത്വം നടത്തുന്നവനാണവൻ. നേർക്കുനേരെ നീതിയുക്തമായി മാത്രമേ അള്ളാഹു എല്ലാ കാര്യവും നടത്തുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എത്ര കടുത്ത പ്രതികാര നടപടി ആസൂത്രണം ചെയ്താലും എനിക്കൊരു പേടിയും ഇല്ല. ഞാനെല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ 56 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഇന്നി തവക്കൽതു അലല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്മേൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹു? റബ്ബി, എൻ്റെ റബ്ബായ, വറബ്ബുക്കും, നിങ്ങളുടെയും റബ്ബായ. എന്നിട്ട് പറയാണ് മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ,
ഏതൊരു ജീവിയുടെയും സമഗ്ര നിയന്ത്രണം അള്ളാഹുവിങ്കൽ മാത്രമാണ്. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ മാത്രമാണ്. ചലിക്കുന്ന ഒരു ജീവിയും അവൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ നിന്നൊഴിവല്ല എന്നർത്ഥം. മാമിൻ ദാബത്തിന് ഒരു ജീവിയും ഇല്ല. ഇല്ലാഹുവ അള്ളാഹു ആയിട്ടല്ലാതെ, ആഖിറുൻ പിടിച്ചവനായിട്ടല്ലാതെ, ബിനാസുയത്തിഹ അതിൻ്റെ മൂർധാവിൽ. അള്ളാഹു അതിനെ മൂർധാവിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം പരിപൂർണമായി ഏറ്റെടുത്തു എന്നർത്ഥം. അപ്പോൾ ഒരു ജീവിയും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ അല്ലാതെ ഇല്ല. അപ്പം ഈ പറയപ്പെട്ട നിങ്ങളും എന്നെ നിങ്ങൾ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, അപ്പം നിങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അധികാരത്തിലാണ് എന്നാണ് ഹൂദ് നബി അലൈഹി സ്വലാം സമൂഹത്തോട് പറയുന്നത്. എന്നിട്ട് പറയാം, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, അലാ സിറാത്തിൻ മുസ്തഖീം, ഋജുവായ പന്ഥാവിലാകുന്നു, നേരെ ചൊവ്വയുള്ള മുസ്തഖീമായ വഴിയിലാണ്. ആ വഴിയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. നല്ല മല്ലന്മാരായ ശക്തന്മാരായ ആദ്യ സമുദായത്തെ ഒറ്റയ്ക്ക് നേരിടുകയും തനിക്കെതിരെ എന്തു വേണമെങ്കിലും ചെയ്തോളാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കണം ഹൂദ് നബി. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്തത്? അതിൻ്റെ മറുപടിയാണ് ഈ ആയത്ത്. എൻ്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവാണ് എൻ്റെ സഹായി, അവനാണ് എൻ്റെയും നാഥൻ. ഞാൻ അവനിലാണ് കാര്യങ്ങൾ ബർമേൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഉദ്ദേശവും താല്പര്യവും അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിന് തീർച്ചയായും അവൻ്റെ സഹായവും പിന്തുണയും എനിക്കുണ്ടാവും. ആ ധൈര്യത്തിലാണ് ഇത്രയും കനത്ത വെല്ലുവിളി നടത്തുന്നത്. നേരെ മറിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത്രയും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ബിംബങ്ങളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയോ അവൻ നൽകിയ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല അവൻ്റെ പ്രവാചകനെ നിങ്ങൾ നിഷേധിക്കുകയാണ്. ഇക്കാരണത്താൽ അള്ളാഹു നിങ്ങളെ പിന്തുണക്കുകയേ ഇല്ല. മാത്രമല്ല, ഞാൻ വിശ്വസിക്കുകയും പരമേൽപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹു നിങ്ങളുടെ ദൈവങ്ങളെപ്പോലെ പ്രതിമകളും പ്രതിഷ്ഠകളും അല്ല. അവൻ സർവശക്തനാണ്. മുഴുവൻ വസ്തുക്കളുടെയും ആധിപത്യം അവൻ്റെ കയ്യിലാണ്. സത്യസന്ധനാണ്, നീതിനിഷ്ഠയുള്ള ആളാണ് അവൻ. ഏതു ജീവിയുടെയും മൂർധാവ് അള്ളാഹുവിൻ്റെ പിടിയിലാണ്, പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന് വിവക്ഷ. നാസിയത്ത് എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗം, അല്ലെങ്കിൽ നെറുക്, പിന്നെ മൂർധാവ്, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മുടി, കുടുമ, അങ്ങനെയൊക്കെ പല അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരാൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിനും ചൊൽപ്പടിക്കും വിധേയനാകുമ്പോൾ അവൻ്റെ നെറുക് പിടിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അവൻ്റെ നെറുക് ഇന്നയാളുടെ കയ്യിലാണ് എന്നൊക്കെ സാധാരണ അറബി ഭാഷയിൽ പറയാറുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ അല്ലാഹു തആല ഇങ്ങനൊരു പദപ്രയോഗം നടത്തിയത്. അപ്പോൾ എല്ലാ ജീവികളും നെറുക് പിടിച്ചവനാണെന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളുടെയും നിയന്ത്രണം അല്ലാഹുവിൻ്റെ കയ്യിലാണ് എന്നർത്ഥം. 57-ാമത്തെ ആയത്ത് നോക്കാം. ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി തുടരുകയാണ്. മാനവറുകൾ പറയാണ്, ഇനിയും നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വില വെക്കാതെ ശിർക്കിൽ തന്നെ ശഠിച്ചു നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ളത് ഇതാണ്: അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന വിധം വല്ല ശിക്ഷയും അള്ളാഹു ഇറക്കിയേക്കാം. അങ്ങനെ അവൻ നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ കൊണ്ടുവരികയും ചെയ്തേക്കാം. നിങ്ങളെ നശിപ്പിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ കൊണ്ടുവന്നേക്കാം. അവൻ എന്ത് ചെയ്താലും, അള്ളാഹു എന്ത് ചെയ്താലും അള്ളാഹുവിന് ഒരു ദോഷം വരുത്തി വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതാണ് 57-ലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن تولوا فقد أبلغتكم ما أرسلت به إليكم واستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. فإن تولوا നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, എനിക്ക് പറയാനുള്ളത് എന്താ? ഫഖദ് അബ്ലഗ്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. മാ ഉർസിൽതു ബിഹി, ഏതൊരു ദൗത്യവുമായാണോ ഞാൻ നിയുക്തനായത് ആ ദൗത്യം ഞാൻ നിങ്ങൾക്ക് ഇതാ എത്തിച്ചു തന്നിരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അള്ളാഹു എന്താ ചെയ്യാൻ പോകുന്നത്? വസ്തഖ്ലിഫു റബ്ബി, എൻ്റെ റബ്ബ് പകരം കൊണ്ടുവന്നേക്കാം. ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത മറ്റൊരു ജനവിഭാഗത്തെ. വസ്തഖ്ലിഫു റബ്ബി, എൻ്റെ റബ്ബ് പിന്മുറക്കാരാക്കുന്നതാണ്. പിന്മുറക്കാർ എന്നാണ് ശേഷം വരുന്നൊരു തലമുറ, ഇവരുടെ പകരം വരുന്ന തലമുറ. ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത മറ്റൊരു സമൂഹത്തെ എൻ്റെ നാഥൻ പിന്മുറക്കാരാക്കുന്നതാണ്. നിങ്ങളെ നശിപ്പിച്ചിട്ട് വേറെ ടീമിനെ കൊണ്ടുവരുമെന്നർത്ഥം. വലാ തദുറൂനഹു ശൈആ, ഒരുവിധ ദ്രോഹവും അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വലാ തദുറൂനഹു, അള്ളാഹുവിനെ നിങ്ങൾക്ക് ദ്രോഹം ഏൽപ്പിക്കാൻ കഴിയില്ല. ഷൈൻ ഒരു നിലക്കും. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്,
തീർച്ചയായും എൻ്റെ റബ്ബ് അലാ കുല്ലി ഷൈഇൻ എല്ലാറ്റിൻ്റെയും ഹഫീദുൻ സംരക്ഷകൻ തന്നെയാണ്. അപ്പോൾ വളരെ വസ്തുനിഷ്ഠമായ കാര്യമാത്ര പ്രസക്തങ്ങളായ കാര്യങ്ങളാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ആ സമൂഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് മഹാനവറുകൾ അവർക്ക് അന്ത്യശാസനം നൽകുന്നത്. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ധിക്കരിച്ചത് കൊണ്ടോ സത്യത്തെ പുറങ്കാല കൊണ്ട് തട്ടിമാറ്റിയത് കൊണ്ടോ ആർക്കാ നഷ്ടം? എനിക്കാണോ? അല്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അള്ളാഹുവിന് നിങ്ങളുടെ സത്യനിഷേധം കാരണം വല്ല നഷ്ടം ഉണ്ടാവുമോ? നിങ്ങളിങ്ങനെ സത്യനിഷേധം തുടരുന്നു എന്നതുകൊണ്ട് റബ്ബിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല, ഒരു നഷ്ടമില്ല. അള്ളാഹുവിന് നിങ്ങൾക്ക് ഒരു നാശമോ നഷ്ടമോ ഒന്നും വരുത്തി വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതൊക്കെ നിങ്ങൾക്കാണ്. നാശവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കാണുള്ളത്. നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പകരം മറ്റൊരു സമൂഹത്തിൽ കൊണ്ടുവരും. അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനും എല്ലാ വസ്തുക്കളുടെയും ഹഫീളുമാണ്, സംരക്ഷകനുമാണ്. ആരെ രക്ഷിക്കണം, ആരെ സംഹരിക്കണം, ഇതൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. അവൻ്റെ നടപടികൾക്കെതിരെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ പോയിട്ട് വിരലനക്കാൻ പോലും നിങ്ങൾക്കാവില്ല. എന്നതിൻ്റെ ആശയമാണ് അതൊക്കെ. ശരി, 58-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മറുപടിയിൽ അവസാനമായി ഒരു പൊതുശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തിരുന്നു. അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലോ. നിങ്ങൾ നശിപ്പിച്ചിട്ട് മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? അതെ, ആ ശിക്ഷ ഇതാ ഇനി വരികയാണ്. കഠിനമായ വേദനാജനകമായ വാഗ്ദത്ത ശിക്ഷ വന്നു കഴിഞ്ഞു. ഹൂദ് നബി അലൈഹി സ്വലാമിനെ അവിശ്വസിക്കുകയും നിഷേധിക്കുകയും ചെയ്ത കാഫിറുകൾ ഒന്നടങ്കം ഭൂമിയിൽ നിന്ന് ഉച്ചാരണം ചെയ്യപ്പെട്ടു. ഹൂദ് നബി അലൈഹി സ്വലാമും അവിടുത്തെ വിശ്വസിച്ച ആളുകളും അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യവും ഔദാര്യവും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. 58-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ജാഅ അംറുനാ നജ്ജയ്നാ ഹൂദൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ വനജ്ജയ്നാഹും മിൻ അദാബിൻ ഗലീദ്. വലമ്മാ ജാഅ അംറുനാ, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അങ്ങനെ ശിക്ഷ ഇറങ്ങണമെന്ന് നമ്മുടെ ഉത്തരവ് വന്നപ്പോൾ, നജ്ജൈന നമ്മൾ രക്ഷപ്പെടുത്തി, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്, വല്ലദീന ആമനു മഅഹു അവരോടുകൂടെ മഹാനവറുകളോടുകൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തിൻ മിന്നാ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുത്തി, വനജ്ജൈനാഹും നമ്മളവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു, മിൻ അദാബിൻ ഗലീദ് കഠോരമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ഉണ്ടായി. കഠിനമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ഉണ്ടായി. എന്തായിരുന്നു ആ ശിക്ഷ എന്ന് വേറെ പല സൂറത്തുകളും അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹഖയിലുണ്ട്, സൂറത്തുൽ ദാരിയാത്തിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. സൂറത്തുൽ ഹഖയിലെ 6-7 ആയത്തുകളാണ്. ഘോരമായ ഒരു ഇരമ്പലും ഭയങ്കര ശബ്ദവുമുള്ള കൊടുങ്കാറ്റ് കൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. 7 രാത്രിയും 7 പകലും ആ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി ആ ശിക്ഷയിൽ ജനങ്ങളെല്ലാവരും കടപുഴകി വീണ ഈത്തപ്പനത്തടികൾ പോലെ നിലംപതിച്ചുപോയി. അജാസു നഖ്ലിൻ, ഈത്തപ്പനത്തടികൾ, ഖാവിയ ഒക്കെ കടപുഴകി വീണ ഈത്തപ്പനത്തടികൾ പോലെ അവരെല്ലാവരും നിലംപതിച്ചു പോയി. സൂറത്തു ദാരിയാത്തിലുമുണ്ട് 41-ലും 42-ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫീ ആദിൻ ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം മാ തദറു മിൻ ഷൈഇൻ അതത അലൈഹി ഇല്ലാ ജഅലതഹു കർറമീം. ആദുകാർക്ക് നേരെ നാം വന്ധ്യമായ കാറ്റയച്ചു, കൊടുങ്കാറ്റയച്ചു. കടന്നുപോയ ഏതൊരു വസ്തുവെയും അത് ജീർണിപ്പിക്കാതെ വിട്ടുകളഞ്ഞില്ല. അത്രയും ശക്തമായ കാറ്റ്. ആ ശിക്ഷയിൽ നിന്നാണ് മഹാനവറുകളെയും മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്. വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീദ്. ആദ്യം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അവരെ നമ്മൾ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ആദ്യം പറഞ്ഞത് ആദ്യം നൽകപ്പെട്ട ആ കൊടുങ്കാറ്റെന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ്. രണ്ടാമത് പറഞ്ഞത് പരലോകത്തുള്ള കഠിന ശിക്ഷ, അതിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. എല്ലാ നബിമാരും അവരോടൊപ്പം വിശ്വസിച്ച ആളുകളും പരലോകത്തെ ശിക്ഷയിൽ നിന്ന് മുക്തരാണല്ലോ. അതാണ് ഉദ്ദേശം. 59-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. മക്കയിലെ മുശ്രിക്കുകളെ പ്രത്യേകിച്ചും
മറ്റുള്ള എല്ലാ ആളുകളെയും പൊതുവെയും തട്ടി ഉണർത്താൻ വേണ്ടി ആദ് ഗോത്രത്തിൻ്റെ ശവപ്പറമ്പിലേക്ക് വിരൽ ചൂണ്ടി അള്ളാഹു തആല പറയുകയാണ്, അതാ നോക്കൂ ആദ് സമുദായം, അവരാരായിരുന്നു? വലിയ ആൾക്കാരായിരുന്നു, വലിയ യോഗ്യരായിരുന്നവർ, ശക്തരായിരുന്നവർ. ഇപ്പോൾ അവരുടെ അവസ്ഥ നോക്കൂ, അവർ ഉന്മൂലനാശം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും കാണുന്നില്ല നിങ്ങൾക്കവിടെ? എന്താണ് കാരണമെന്നറിയോ? മുകളിൽ വളരെ വിസ്തൃതമായി പറഞ്ഞ കാരണങ്ങൾ. ആ കാരണങ്ങൾ ഒന്നുകൂടെ അല്ലാഹു തആല ചുരുക്കി പറയുകയാണ്. അങ്ങനെ അവർ ഉന്മൂലനം ചെയ്യപ്പെടാൻ കാരണം 3 മഹാപാതകങ്ങളാണ് അവർ ചെയ്തത്. 3 മഹാപാതകങ്ങൾ. 1, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. 2, പ്രവാചകന്മാരെ ധിക്കരിച്ചു. 3, ധിക്കാരികളും താന്തോന്നികളുമായ നേതാക്കളുടെ കൽപ്പനകൾ അന്ധമായി അനുസരിച്ചു. ആയത്ത് നോക്കൂ, 59-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. وتلك عاد, അതാണ് ആദ് സമുദായം, അതാണ് ആദ് സമൂഹം. എന്താണ് അവർ ചെയ്തത്? എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ജഹദു, അവർ നിഷേധിച്ചു. ബിആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. വഅസൗ, അവർ ധിക്കരിച്ചു. റുസുലഹു, അവരുടെ ദൂതന്മാരെ, അവരുടെ ദൂതന്മാരോട് അവർ അനുസരണരാഹിത്യം കാണിക്കുകയും ചെയ്തു. വത്തബഉ, അവർ പിൻപറ്റി. അമ്ര, കൽപ്പനയെ. കുല്ല ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളുടെയും. അനീദിൻ, മത്സരമനസ്കരായ എല്ലാ ജബ്ബാറുകളുടെയും, എല്ലാ സ്വേച്ഛാധിപതികളുടെയും കൽപ്പനകൾ അംഗീകരിക്കുകയാണ് അവർ ചെയ്തത്. അല്ലാതെ പ്രവാചകന്റെ കൽപ്പന അംഗീകരിക്കുകയാണ്. അവരുടെ നേതാക്കൾ പറഞ്ഞതനുസരിച്ച് നടന്നു എന്നർത്ഥം. വഅസൗ റുസുലഹു, അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ധിക്കരിച്ചു. ശരിക്കും ഒരു പ്രവാചകനെ ധിക്കരിച്ചിട്ടുള്ളൂ. റസൂലഹു എന്നാണ് പറയേണ്ടത്. ബഹുവചനമായിട്ടാണ് റുസുലഹു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത് മറ്റെല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രയോഗം നടത്തിയത്. അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ്. എല്ലാവരും അള്ളാഹിൻ്റെ മുർസലീങ്ങളാണ്, അല്ലെങ്കിൽ അമ്പിയാക്കളാണ്. ഇസ്ലാമിൻ്റെ ഒരു തത്വമാണത്. അമ്പിയാക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അല്ലേ? നമ്മളങ്ങനെ പറയാറില്ല, ഓതാറില്ല ഖുർആനിൽ. ആമൻ റസൂലില്ല, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ ഒരു വിവേചനവും കാണിക്കില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഒരാളെ ധിക്കരിച്ചാൽ എല്ലാവരെയും ധിക്കരിച്ചതുപോലെയാണ് എന്നർത്ഥം. 60-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. തൊട്ടു മുമ്പുള്ള 59-ാം ആയത്തിൽ പറഞ്ഞ 3 കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തുമെല്ലാം അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ് അവർ എന്നാണ് ഇനി പറയുന്നത്. കാരണം ഇത്രമാത്രം ഗുരുതരമായ തെറ്റുകൾ അവർ ചെയ്തു എന്ന കാരണം കൊണ്ട് തന്നെ ദുന്യാവിലും ആഖിറത്തിലും അവർ എന്താണ്, വളരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകും എന്നതിലപ്പുറം അള്ളാഹുവിൻ്റെ ശാപത്തിന് കൂടി വിധേയരാകുന്നവരാണ് അവർ, അല്ലെങ്കിൽ വിധേയരായവരാണ്. അവർ നിഷേധികളാണ് എന്ന കാര്യം വീണ്ടും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അടുത്ത ആയത്തിൽ. 60-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود. أتبعوا, അവർ പിന്തുടരപ്പെട്ടു എന്നാണ് ശരിക്കർത്ഥം. എന്ന് പറഞ്ഞാൽ അവരെ വിടാതെ പിന്തുടരും എന്ന ആശയം. ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ, ലഅനത്തൻ, ശാപം, അള്ളാഹുവിൻ്റെ ശാപം, വയൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. എന്ന് പറഞ്ഞാൽ ഇഹലോകത്തും അന്ത്യനാളിലും ശാപം അവരെ വിടാതെ പിന്തുടരും. അല, അറിയണം, ഇന്ന ആദൻ, തീർച്ചയായും ആദ് സമൂഹം, കഫറു റബ്ബഹും, അവരുടെ രക്ഷിതാവിനോട് നന്ദികേട് കാണിച്ചിരിക്കുകയാണ്. അല, അറിയണം, ശ്രദ്ധിക്കണം, ബുഅദൻ ലിആദിൻ, ആദിന് മഹാനാശം, ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായമായ ആദിന് മഹാനാശം. ബുഅദൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വിദൂരത്താകാണെന്ന് അർത്ഥം. ബുഅദൻ ലിആദ്, ആദ് ഒരുപാട് ദൂരെയാണെന്ന് പറഞ്ഞാൽ
അവർ വലിയ നാശത്തിലാക്കപ്പെട്ട ആളുകളാണ് എന്ന ആശയം. അലാ ബുഅദല്ലി ആദിൻ ഖൗമി ഹൂദ്, ഹൂദ് നബിയുടെ സമുദായമായ ആദിന് മഹാനാശം. അല എന്ന ഈ ഒരു പദം ഒരു വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അറിയുക, ശ്രദ്ധിക്കുക എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഇവിടെ പ്രയോഗിച്ചത് ഈ വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. ആചാനുബാഹുക്കളായിരുന്ന വളരെ ശക്തന്മാരായിരുന്ന ആദ സമൂഹം, പക്ഷേ കഫറു റബ്ബഹും, അള്ളാഹുവിനെ അവർ ധിക്കരിച്ചു, അള്ളാഹുവിനെ നന്ദികേട് കാണിച്ചു, അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി ചങ്ങാത്തം സ്ഥാപിച്ചു, അറമാദിച്ചു നടന്നു. പരിധി വിട്ടപ്പോൾ ആ ശിക്ഷ വന്നു. ഒരാഴ്ച നീണ്ടു നിന്ന അത്യുഗ്രൻ കൊടുങ്കാറ്റ്, അവരൊന്നടങ്കം ചത്തുമരച്ചു വീണു നാമാവശേഷരായി. അവരുടെ നാട് വെറും ശവപ്പറമ്പായി മാറി. ഈ സമൂഹം എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ദൂരീകരിക്കപ്പെട്ടവരും എല്ലാ നാശത്തിനും പാത്രീഭൂതരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രം അല്ലാഹു തആല ഈ ആയത്തോടു കൂടി ഉപസംഹരിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അലാ ബുഅദല്ലി ആദ്, ആദ് ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ദൂരീകരിക്കപ്പെട്ടവരാണ് അവർ. എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അവർ ദൂരീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ അവർ മഹാനാശത്തിന് വിധേയരായ ആളുകളാണ്. ശാപം എപ്പോഴും അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്കുള്ള പാഠം അതാണ് ഇവിടുന്ന് മനസ്സിലാക്കിയത്. അവർക്ക് എന്ത് വരാൻ പോകുന്നു, എന്താണ് അവരുടെ പരിണിതി എന്ന ഒരു വിഷയമാണ് ഇത്തരം സംഭവങ്ങളുടെ അള്ളാഹു നമ്മളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് നോക്കാം, 61-ാമത്തെ ആയത്ത്. ഇനി മഹാനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും അവരുടെ സമൂഹമായ സമൂദ് ഗോത്രത്തിൻ്റെയും കഥയാണ്, ചരിത്രമാണ് പറയുന്നത്. ഇത് ഈ സൂറയിലുണ്ട്. സൂറത്തുൽ ആറാഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സൂറത്തു ശുഅറാ, സൂറത്തുൽ നംൽ, സൂറത്തുൽ ഖമർ, ഇവിടെയൊക്കെ ഈ ചരിത്രം പരാമർശിക്കുന്നുണ്ട്. എവിടെയായിരുന്നു ഇവരുടെ വാസസ്ഥലം? സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമും സമൂദ് ഗോത്രവും താമസിച്ചിരുന്നത് എവിടെയാണ്? ഇന്നത്തെ സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്തുള്ള മദായിൻ സാലിഹിലാണ് അവർ താമസിച്ചിരുന്നത്. ഹിജർ എന്നും അതിന് പേര് പറയും, ഹിജർ. സൂറത്തുൽ ഹിജർ 80-84 ആയത്തുകളിൽ ആ പരാമർശമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ. അസ്ഹാബുൽ ഹിജ്ർ, അവർ താമസിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ഹിജർ. ഇന്നത്തെ സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്തുള്ള മദായിൻ സാലിഹ്. അവിടെ പോകാനൊക്കെ കഴിയും. അവിടെ പോകാനും സന്ദർശിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. അവരുടെ ആ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാമെന്നാണ് പറയപ്പെടുന്നത്. പാറയുടെ വലിയ മലകളുണ്ടായിരുന്നു, പാറ ഉള്ള മലകൾ. ആ മലകളിലുള്ള പാറകൾ തുരന്നുണ്ടാക്കിയ വീടുകളിലാണ് ഇവർ താമസിച്ചിരുന്നത്. വലിയ ശക്തന്മാരായ ആളുകളായിരുന്നു എന്നർത്ഥം. അല്ല, പാറ തുറക്കണമെങ്കിൽ അത്യാവശ്യം ശക്തി വേണ്ടേ. അതിനെ പോലെ തന്നെ ആയിരുന്നു അവർ. ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം. ഇതുവരെ പറഞ്ഞ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്വാലിഹ് നബിയുടെയും ഇടയ്ക്ക് 100 വർഷമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം 100 വർഷം കഴിഞ്ഞിട്ടാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം വന്നത് എന്നർത്ഥം. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം 280 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മിക്ക പ്രവാചകന്മാരെ പോലെ തന്നെ സ്വന്തം ജനതയായ സമൂദിലേക്കാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. സത്യനിഷേധത്തിൽ നിന്നും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും മാറി അതൊക്കെ ഒഴിവാക്കി പശ്ചാത്തപിക്കാനും ഇതുവരെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയാനും അള്ളാഹുവിലേക്ക് കേതിച്ചു മടങ്ങാനും അവർ ആ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. മാത്രമല്ല, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് അതിന് ബുദ്ധിപരമായ തെളിവുകൾ സമൂഹത്തിൽ സമർപ്പിച്ചു. 2 തെളിവുകളാണ് പ്രധാനമായി പറഞ്ഞത്. ഒന്ന്, ആ അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ. ഒരു തെളിവ് അതാണ്. പിന്നെ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതും അള്ളാഹുവാണ്. അതാണ് 2ാമത്തെ തെളിവ്. അപ്പോൾ ആ നിലക്ക് നോക്കിയാലും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് മഹാനവറുകൾ ആ സമൂഹത്തെ ഉപദേശിക്കുന്നത്, ദീനിലേക്ക് ക്ഷണിക്കുന്നത്. നോക്കാം 61-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره وأنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه
ഇന്ന റബ്ബി ഖരീബും മുജീബ്. ഇലാ സമൂദ് സമൂഹത്തിലേക്ക് അഖാഹും അവരുടെ സഹോദരനായ സ്വാലിഹിനെ നമ്മൾ അയച്ചു, സാലിഹ് നബിയെ നമ്മൾ അയച്ചു റളിയല്ലാഹു അലൈഹി വസല്ലം. വഇലാ സമൂദ് ഗോത്രത്തിലേക്ക് നാം അയച്ചു അഖാഹും അവരുടെ സഹോദരനായ സ്വാലിഹ് നബിയെ നാം അയച്ചു അലൈഹിസ്സലാം. അപ്പോൾ അദ്ദേഹം ഇനി പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഖാല മഹാനവറുകൾ പറഞ്ഞു അവരോട്, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഗൈറുഹു, അല്ലാഹു അല്ലാത്ത വേറൊരു ഇലാഹും നിങ്ങൾക്കില്ല. അതിന് എന്താണ് കാരണം എന്ന് അടുത്ത് പറയുന്നത്? ഹുവ, ആ അല്ലാഹുവാണ്, അൻശഅക്കും, നിങ്ങളെ ഉണ്ടാക്കിയത്, നിങ്ങളെ സൃഷ്ടിച്ചത്, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഹുവ അൻശഅക്കും മിനൽ അർളി, അവനാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയത്. വസ്തഅമറക്കും ഫീഹാ, അതിൽ നിങ്ങളെ താമസിപ്പിക്കുകയും ചെയ്തത് അവനാണ്. ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ ഭൂമിയിൽ നിങ്ങളെ താമസിപ്പിച്ചത്, അധിവസിപ്പിച്ചതും അവനാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങണം, മാപ്പിനപേക്ഷിക്കണം അല്ലാഹുവിനോട് ഇതുവരെ ചെയ്തതിനൊക്കെ. സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അവങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും വേണം, ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. കാരണം ഇന്ന റബ്ബി, നിശ്ചയമായും എൻ്റെ റബ്ബ്, ഖരീബുൻ, അവൻ സമീപസ്ഥനാണ്, അടുത്ത് തന്നെയുണ്ട്. മുജീബുൻ, പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനും തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്ത് മടങ്ങണം, അല്ലാഹു നിങ്ങളെ സ്വീകരിക്കും. ഇതാണ് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറയുന്നത്. സത്യനിഷേധവും ബഹുദൈവ വിശ്വാസവും ബിംബാരാധനയും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങി സത്യവിശ്വാസം സ്വീകരിച്ചാൽ അല്ലാഹു അയാളെ സ്വീകരിക്കും. ആ കാര്യമാണ് മഹാനവറുകൾ സ്വന്തം ജനതയോട് വളരെ സ്നേഹത്തോടെ പറയുന്നത്. ഹുവ അൻശഅകും മിനൽ അർദ്, അല്ലാഹുവാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ പടച്ചത്, സൃഷ്ടിച്ചത്, നിങ്ങൾ ഉണ്ടാക്കിയത്. ഇത് രണ്ടു നിലയ്ക്ക് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു എന്നർത്ഥം. അതായത് മനുഷ്യരുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പം ആ നിലക്ക് മുഴുവൻ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ് എന്ന് പറയാവുന്നതാണ്. ഇതാണ് ഒരു അഭിപ്രായം. വേറൊരു വ്യാഖ്യാനം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മുൻതൂക്കം നൽകിയ വ്യാഖ്യാനം, അതായത് രക്തവും മജ്ജയും മാംസവും ഒക്കെയുള്ള മനുഷ്യരിൽ നിന്നാണ് മറ്റൊരു മനുഷ്യനുണ്ടാകുന്നത്. അല്ലെ, ഈ പറയപ്പെട്ട രക്തവും മജ്ജയും മാംസവും എല്ലാം ഉണ്ടാകുന്നത് എവിടുന്ന? ഭക്ഷണത്തിന്റെ പോഷകാംശങ്ങളിൽ നിന്നാണ്. ആ ഭക്ഷ്യവസ്തുക്കൾ അത്രയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടുന്നാണ്? മണ്ണിൽ നിന്നാണ്. അല്ലെ, അപ്പൊ ഈ നിലക്ക് നോക്കുമ്പോഴും മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് പറയാം. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 62-ാമത്തെ ആയത്ത്. ഈ ഒരു പ്രബോധനം മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം നടത്തിയപ്പോൾ ആ ഖൗമിന്റെ പ്രതികരണം എന്തായിരുന്നു? അതാണ് ഇനി പറയുന്നത്. എല്ലാ കാലത്തും സത്യനിഷേധികൾ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന ആ പ്രതികരണം അത് തന്നെയാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനും കേൾക്കേണ്ടി വന്നത്. അവരുടെ പൂർവികരുടെ ബുദ്ധിശൂന്യവും അടിസ്ഥാനരഹിതവുമായ പാരമ്പര്യങ്ങളിൽ കടിച്ചു തൂങ്ങുക തന്നെയാണ് അവരും ചെയ്തത്. അവർ പറഞ്ഞു, സാലിഹേ അലൈഹിസ്സലാം, ഇക്കാലം വരെ കൊള്ളാവുന്ന നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ നീ. തറവാടിത്തം, നല്ല തറവാടിത്തമുണ്ട് നിനക്ക്, നല്ല ബുദ്ധിവൈഭവമുണ്ട്, നല്ല സ്വഭാവശുദ്ധിയുമുണ്ട്, എല്ലാ ഗുണങ്ങളുമുള്ള, എല്ലാവരും ആദരിക്കുന്ന ആളായിരുന്നല്ലോ നീ. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നല്ലോ. ഇപ്പോഴിതാ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. നിന്റെ പഴയ രീതിയൊക്കെ മാറി. ഞങ്ങളുടെ പിതാക്കൾ പണ്ട് മുതലേ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊന്നും ആരാധിച്ചുകൂടാ എന്നാണ് നീ പറയുന്നത്. നിന്റെ ഈ പുതിയ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. എല്ലാവർക്കും വേണ്ടപ്പെട്ട നല്ലൊരു ചെറുപ്പക്കാരനായി വളർന്നു വന്ന് ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്നായിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷ. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിന് മഹാനവറുകളുടെ കാര്യത്തിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാ. നല്ല ചെറുപ്പക്കാരനല്ലേ. അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അവരാരാധിക്കുന്ന ബിംബങ്ങളുടെ വക്താവായി മാറുന്ന ഒരു നേതാവിനെ, ഒരു ബുദ്ധിജീവിയാണ് അവർ സ്വാലിഹ് നബി അലൈഹി സ്വലാമിൽ പ്രതീക്ഷിച്ചിരുന്നത്.
സാലിഹ് അലൈഹി സ്വലാം അവരുടെ നേതാവായി വരുമെന്നും അങ്ങനെ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നും ഒക്കെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? ആ പ്രതീക്ഷയുടെ പളുങ്കു കൊട്ടാരങ്ങൾ അത്രയും ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവരുടെ മതത്തിനും ദൈവങ്ങൾക്കും വേണ്ടി അനുകൂലമായി വാദിക്കുമെന്ന് അവർ കരുതിയിരുന്ന സാലിഹ് അലൈഹി സ്വലാം ഇപ്പോഴിത് അതൊക്കെ തകർക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു. നോക്കാം 62-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ സാലിഹു ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ വഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി മുരീബ്. ഖാലൂ, അവർ പ്രതികരിച്ചു, അവർ മറുപടി പറഞ്ഞു, യാ സാലിഹ് അലൈഹിസ്സലാം, ഖദ് കുൻത, നീ ആയിരുന്നല്ലോ, ഫീന, ഞങ്ങൾക്കിടയിൽ, മർജൂവൻ, ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ. പ്രതീക്ഷിക്കപ്പെട്ടവൻ എന്നാണ് മർജൂവിന്റെ അർത്ഥം. നല്ല പ്രതീക്ഷിക്കപ്പെട്ട ആളായിരുന്നല്ലോ, നല്ല പ്രതീക്ഷ ആളായിരുന്നല്ലോ എന്നർത്ഥം. ഖദ് കുൻത ഫീന മർജൂവ, നീ ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ. ഖബ്ല ഹാദാ, ഇതിനു മുമ്പ് നീ ഇങ്ങനെ നല്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ നീ. അതൻഹാന അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉന, അതൻഹാന, ഇപ്പം ഞങ്ങളെ വിരോധിക്കുകയാണോ? അതൻഹാന, നീ ഞങ്ങളെ വിരോധിക്കുകയാണോ? അൻ നഅ്ബുദ, ഞങ്ങൾ ആരാധിക്കരുതെന്ന്, മാ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിക്കുന്നവയെ ആരാധിക്കരുത് എന്ന് നീ ഞങ്ങളിപ്പോൾ നിരോധിക്കുകയാണോ? പൂർവ്വപിതാക്കളായ ആളുകൾ ആരാധിച്ചിരുന്നതിൽ നിന്ന്, ആ ആരാധിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നീ ഞങ്ങളെ നിരോധിക്കുകയാണോ? വഇന്നന, തീർച്ചയായും ഞങ്ങൾ, ലഫീ ശക്കിൻ, സംശയത്തിൽ തന്നെയാണ്, മിമ്മാ തദ്ഊന ഇലൈഹി, ഏതൊരു കാര്യത്തിലേക്കാണോ ഞങ്ങൾ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്, അതിൽ ഞങ്ങൾ സംശയാലുക്കളാണ്. മുരീബിൻ, അങ്ങേയറ്റത്തെ സംശയത്തിൽ, തെറ്റിദ്ധാരണാജനകമായ സംശയത്തിൽ തന്നെയാണ് എന്ന് ആശയം. മുരീബ് എന്ന് പറഞ്ഞാലും അത് സംശയം തന്നെ അല്ലേ? ഒന്നും വല്ലാത്ത സംശയത്തിലാണെന്ന് അർത്ഥം. സംശയത്തിലാണ് എന്ന് പറഞ്ഞു ചുരുക്കാതെ മുരീബിൻ എന്ന് വീണ്ടും പറയാണ്. അപ്പൊ ഞങ്ങൾ വല്ലാത്ത സംശയത്തിലാണ്, തെറ്റിദ്ധാരണാജനകമായ സംശയത്തിൽ തന്നെയാണ് ഞങ്ങൾ. വഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി മുരീബ്, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതത്തെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ സംശയത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. വല്ലാത്ത സംശയത്തിലാണ് എന്നർത്ഥം. സത്യമായ ദീനിൽ വിശ്വസിക്കാൻ അവർ തീരെ സന്നദ്ധരല്ല എന്ന് മനസ്സിലാക്കാം. അതാണ് അവരുടെ ആ മറുപടി വിളിച്ചത് കൊണ്ടുവരുന്നത്. അതാണ് നിശ്ചയമായും ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു നിലക്കും നിന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളായിരിക്കും, സുസമ്മതരായിരിക്കും. ഇതൊരു പതിവാണ്, എല്ലാ പ്രവാചകരും അങ്ങനെ തന്നെയാണ്. പ്രവാചകത്വമൊക്കെ ലഭിച്ചിട്ട് ആളുകളെ സന്മാർഗത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും ക്ഷണിക്കാൻ തുടങ്ങുന്നതോടെയായിരിക്കും ആ സമൂഹത്തിന്റെ മട്ടും സ്വഭാവവും മാറുന്നത്. അതുവരെ എല്ലാവർക്കും സുസമ്മതരായിരിക്കും പ്രവാചകന്മാർ. പണ്ട് മുതലത് അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാലോ. അൽ അമീൻ എന്നാണ് അവരൊക്കെ വിളിച്ചിരുന്നത്. എല്ലാവരും നബിയെ പ്രശംസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമാണ് അവരുടെ നിലപാട് മാറിയത്. അപ്പം അതൊരു പതിവാണ് എന്നർത്ഥം. അതാണ് ഇവിടെയും അവർ പറയുന്നത്. മുമ്പ് നീ വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ, ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയണല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ മതത്തെക്കുറിച്ച് ഭയങ്കര സംശയമാണ്, വല്ലാത്ത സംശയമാണ്, തെറ്റിദ്ധാരണാജനകമായ സംശയം, ഞങ്ങൾ അത് കേൾക്കൂല, ഞങ്ങൾ ആ ഭാഗത്തേക്കില്ല എന്ന് ചുരുക്കം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി ഖബൂൽ ചെയ്യണം. അല്ലാഹ് നിന്റെ പരിശുദ്ധ ഖുർആനിന്, നിന്റെ ദീനിന് ആഫിയത്തോടെ ഇഖ്ലാസോടുകൂടെ ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. നമ്മുടെ ദുആന്റെ വസിയത്ത് എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. രോഗികൾക്ക് നിശ്ചിത നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കും നീ ഖൈറും സലാമത്തും സന്തോഷം പ്രദാനം ചെയ്യണം തമ്പുരാനെ. നമ്മളെല്ലാവരും ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وإلى دعاء سيدنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.